ഹലോ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്ക് ഈ വരുന്ന വർഷം മാത്സിൽ ഒരു പുലിയായിട്ട് മാറണോ? ഞാൻ പറയുന്ന 10 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാത്സിൽ പുലിയായിട്ട് മാറാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചില കുട്ടികൾ മാത്സിൽ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൻസർ കണ്ടുപിടിക്കും അല്ലേ? എന്ത് ചോദിച്ചാൽ പടാപ്പട്ട് കമ്പ്യൂട്ടർ പോലെ ആൻസർ പറയും അല്ലേ? എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിൽ പുലിയായിട്ട് മാറാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മെന്റൽ മാത്സ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ കിട്ടു കഴിഞ്ഞാലും എഴുതി കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളൊരു കമ്പ്യൂട്ടർ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നല്ല അല്ലേ, CPU ഉള്ളിൽ നിന്ന്, അതുപോലെ നിങ്ങളുടെ മൈൻഡിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം, സംഗതി വർക്ക് ചെയ്ത് വളരെ ക്വിക്കായിട്ട് ആൻസറിൽ എത്തണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 13 × 19 13 × 19 നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് എഴുതി കൂട്ടും അല്ലേ? അതേസമയം നിങ്ങൾ 13 × 19 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് 13 × 10 130, 13 × 20 260, ഇത് 13 × 19 ആണ് അല്ലെ? ഒരു 13 കുറവാണ്. അപ്പൊ 260 മൈനസ് 13 247. അത് ഞാൻ ഈ പറയുമ്പോൾ സ്പീഡ് ഇങ്ങനെ ടൈം എടുക്കുന്നുണ്ട്, പക്ഷെ മൈൻഡിലാവുമ്പോൾ എത്ര സ്പീഡിൽ പോകും, വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും അല്ലെ? അപ്പൊ 13 × 19 കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്രയാ? 247 ആൻസർ കിട്ടും. അതുപോലെ 25 × 51 നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? എഴുതി കൂട്ടുമ്പോൾ കുറെ സമയം എടുക്കും അല്ലെ? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണം? 25 × 51 അല്ലെ? 25 × 100 2500, 25 × 50 അതിന്റെ പകുതി 2500ന്റെ പകുതി 1250. ഇത് 25 × 51 അല്ലെ? ഒരു 25 കൂടുതലുണ്ട്. അപ്പൊ 1250 പ്ലസ് 25 1275. ഞാൻ പറയുമ്പോൾ സ്പീഡ് കൂടുതലാണ്. എന്താണ്? നിങ്ങളുടെ മൈൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മെന്റൽ മാത്സ് നിങ്ങൾ പഠിച്ചെടുക്കണം. മെന്റൽ മാത്സ് വളരെ വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മെന്റൽ മാത്സ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക. കാൽക്കുലേറ്ററിനെ സൈഡിലേക്ക് വെച്ചേക്കുക. കാരണം നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാം മൈൻഡിൽ ചെയ്ത് ശീലിക്കണം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. എവിടെ? നിങ്ങളൊരു കാര്യം മൈൻഡിൽ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് എഴുതി കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് ശരിയാണോ നോക്കാൻ മാത്രം എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാരണം നിങ്ങളുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യത്തിന് എന്ത് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മൈൻഡ് കാൽക്കുലേറ്റർ പോലെ സ്പീഡായി കിട്ടും അല്ലെ? മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ടേബിൾസ് പഠിച്ചെടുക്കണം. 1 മുതൽ 20 വരെയുള്ള ബേസിക് ആയിട്ടുള്ള ടേബിൾ, ഏത് ടേബിൾ നിങ്ങളോട് ചോദിച്ചാലും ക്വിക്കായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ 8 × 9 72 അല്ലെ? 15 × 9 എത്രയാണ്? 135 അല്ലെ? 19 × 9 എത്രയാണ്? 171. അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചോദിച്ചാലും ക്വിക്കായിട്ട് ആൻസർ കിട്ടണം. 16 × 8 എത്രയാണ്? 128. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടണം. കമ്പ്യൂട്ടറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടൂല. അതുപോലെ ടിക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആൻസറിലേക്ക് എത്തണം. അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ സ്ക്വയർ പഠിച്ചെടുക്കുക എന്നുള്ളത്. 4ാമത്തെ സ്റ്റെപ്പാണ്. സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾ അതിന്റെ സ്ക്വയർ എത്രയാ വരുന്നത് ആൻസർ നിങ്ങൾ കണ്ടെത്തണം വളരെ ഫാസ്റ്റ് ആയിട്ട്. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 4 അല്ലെ? 8ന്റെ സ്ക്വയർ 8 × 8 64 അല്ലെ? 12ന്റെ സ്ക്വയർ 12 × 12 144 അല്ലെ? 25ന്റെ സ്ക്വയർ 25 × 25 എത്രയാണ്? 625 അല്ലെ? ഇനി 29ന്റെ സ്ക്വയർ എത്രയാണ്? 29 × 29 841. 30ന്റെ സ്ക്വയർ 30 × 30 900 അല്ലെ? അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ക്വിക്കായിട്ട് നിങ്ങൾക്ക് സ്ക്വയർ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് നിങ്ങൾ ക്യൂബ് കണ്ടുപിടിക്കാനുള്ളതാണ്. എന്താണ് ക്യൂബ് കണ്ടുപിടിക്കല്? 2ന്റെ ക്യൂബ് എന്താണ്? 2 × 2 × 2 8 അല്ലെ? 3ന്റെ ക്യൂബ് 3 × 3 × 3 27 അല്ലെ? 5ന്റെ ക്യൂബ് എത്രയാണ്? 5 × 5 × 5 125 അല്ലെ? 8ന്റെ ക്യൂബ് എത്രയാണ്? 8 × 8 × 8 512 അല്ലെ? 15ന്റെ ക്യൂബ് എത്രയാണ്? 15 × 15 × 15 3375. അങ്ങനെ ഏത് നമ്പറിന്റെ ക്യൂബ് ചോദിച്ചാലും നിങ്ങൾ ഏകദേശം 1 മുതൽ 15 വരെയുള്ള ക്യൂബ് നമ്പർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ടെക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആൻസർ കിട്ടണം അല്ലെ? സ്ക്വയർ 1 മുതൽ 30 വരെ, ക്യൂബ് എത്ര വരെ? 1 മുതൽ 15 വരെ. അടുത്തത് എന്താണ്? നിങ്ങൾ ട്രിഗ്നോമെട്രിക് ടേബിൾ 10ാം ക്ലാസ്സിലുള്ളവർ ട്രിഗ്നോമെട്രിക് ടേബിൾ പഠിച്ചെടുക്കണം. ട്രിഗ്നോമെട്രിക് ടേബിൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ? sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, അല്ലെങ്കിൽ cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്, tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടിക് ടിക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആൻസർ കിട്ടണം. അപ്പൊ നമ്മൾ എത്ര സ്റ്റെപ്പാണ് പഠിച്ചത്? നമ്മളിപ്പോൾ 6 സ്റ്റെപ്പ് പഠിച്ചു അല്ലെ? 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് കൺവേർഷൻ ആണ്. നമ്മൾ 1 മില്ലിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? എത്ര സെന്റിമീറ്റർ? ഇത്ര സെന്റിമീറ്റർ കൂടിയാൽ ഇത്ര മീറ്റർ ആണ്, അല്ലെങ്കിൽ ഇത്ര മീറ്റർ ആണ് ഇത്ര കിലോമീറ്റർ. അങ്ങനെ വളരെ കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് വളരെ
ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മൈലാണ്, 1 ലിറ്റർ എത്ര കിലോ ലിറ്റർ ആണ് 1 ലിറ്റർ, അങ്ങനെയുള്ള കൺവേർഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു നമ്പറിന്റെ ഇന്ന പെർസെൻറ്റേജിന്റെ ഇന്ന പെർസെൻറ്റേജ്, ഫോർ എക്സാമ്പിൾ 200ന്റെ 40%ന്റെ 30% എത്ര, എങ്ങനെ കണ്ടുപിടിക്കും? 200ന്റെ 40% എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 200ന്റെ 10% എത്രയാണ്? 20 അല്ലെ? ഏത് നമ്പറിന്റെ 10% ഒരു 0 അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. 200ന്റെ 10% 20, അതിന്റെ 40 എന്ന് പറയുമ്പോൾ 20 × 40 80 അല്ലെ? അപ്പൊ 200ന്റെ 40% എന്ന് പറയുന്നത് 80 ആണ് അല്ലെ? ആ 80ന്റെ 30% എത്രയാണ്? 80ന്റെ 10% ആദ്യം കണ്ടുപിടിക്കുക. 80ന്റെ 10% ഒരു 0 കട്ട് ചെയ്താൽ 8 അല്ലെ? അതിന്റെ 30% എന്ന് പറയുമ്പോൾ 8 × 3 24. അപ്പൊ 200ന്റെ 40% 30% എത്രയാണ്? 24 ആണ്. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇങ്ങനെ ഈ പറയുന്നത്ര സമയം എടുക്കും ഇല്ല, 1-2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സാം വരുന്ന സമയത്ത് ഒരു അത്യാവശ്യം നീറ്റ്നെസ് ഉണ്ടായിരിക്കണം പേപ്പർ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ, നിങ്ങൾ ആൻസറിൽ ശരിയായിരിക്കും, പക്ഷെ നിങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഇട്ടത് പ്ലസ് ആണോ നിങ്ങൾ ഇട്ടത് മൈനസ് ആണോ നിങ്ങൾക്ക് തന്നെ അറിയാത്ത അവസ്ഥ വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് പ്ലസ് മൈനസ് കാൽക്കുലേറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആൻസർ തെറ്റിപ്പോകും. സ്പീഡ് വളരെ നിർബന്ധമാണ്, അതുപോലെ തന്നെ നീറ്റ്നെസ്സും അത്യാവശ്യം നിർബന്ധമാണ്. പിന്നെ ഇനി 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ മെമ്മറൈസ് ചെയ്യരുത് കാര്യങ്ങൾ. മാത്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു കോൺസെപ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. എന്ത് കാര്യം വന്നാലും ചുമ്മാ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം കോൺസെപ്റ്റ് മനസ്സിലാക്കണം. പൈത്തഗോറസ് തിയറം എന്താണ്? പൈത്തഗോറസ് തിയറം നമ്മൾ പഠിച്ചു, ഹൈപ്പോട്ടേനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലെ? അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ എന്താ സംഗതി എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏത് 2 ചെറിയ സൈഡിന്റെ സ്ക്വയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് തുല്യമായിരിക്കും? 3ാമത്തെ വലിയ സൈഡിന്റെ സ്ക്വയറിന് തുല്യമായിരിക്കും. അങ്ങനെ മനസ്സിലാക്കി നമുക്ക് മറന്നുപോവോ? ഇല്ല അല്ലെ? അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സിലിണ്ടറിന്റെ വ്യാപ്തം വോളിയം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? πr²h ആണ്. പക്ഷെ നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ നമ്മൾ മറന്നു പോകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, സിലിണ്ടറിന്റെ ബേസ് ഏത് രൂപത്തിലാണ്? സർക്കിൾ രൂപത്തിലാണ് അല്ലെ? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? πr². ആ സർക്കിളിന്റെ ബേസ്, സിലിണ്ടറിന്റെ ബേസ് സർക്കിൾ ആണ് അല്ലെ? ആ സർക്കിളിന്റെ കൂടെ ഒരു ഹൈറ്റ് ചേർന്നാൽ എന്താകുക? സിലിണ്ടർ ആകുക. അപ്പൊ πr² × ഹൈറ്റ് ആണ് എന്ത്? സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മൾ മറന്നു പോവോ? ഇല്ല. ഇനി അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ മാത്സിൽ, ഒരു 50% സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്, 40% അത്യാവശ്യം ആവറേജുകാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, 10% ടഫാണ്. 10% ടഫ് ഉള്ളൂ. ആ 10% ചില കുട്ടികൾ വളരെ സ്പീഡായിട്ട് ചെയ്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് മൈൻഡിൽ ഭയങ്കര പവറാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലല്ല, ആ 10% ക്വസ്റ്റ്യനുകൾ, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവർ 4-5 പ്രാവശ്യം ചെയ്ത് പഠിച്ച സ്പീഡ് തന്നെയാണ്. നിങ്ങളൊരു 5 പ്രാവശ്യം ഏത് ടഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 5 പ്രാവശ്യം അല്ല 6 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 7ാമത്തെ പ്രാവശ്യം നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നത് അതേ സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അത് എല്ലാ ചാപ്റ്ററിലും 1, 2, 3 ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ചു കളയണം. അങ്ങനെ നിങ്ങൾ ഈ 10 സ്റ്റെപ്പും ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന വർഷം നിങ്ങൾ മാത്സിൽ ഒരു പുലിയായിട്ട് മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.